ഈ ധ്യാനിക്കുന്ന സമയത്ത് അറ്റൻഷൻ ആണോ കോൺസെൻട്രേഷൻ ആണോ? ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാണ്ട് റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ശ്വാസത്തെ വെറുതെ ശ്രദ്ധിച്ചിരിക്കുക, ചുറ്റുപാടുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഒന്നിലേക്കും ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ അൺവൈൻഡ് ചെയ്യലാണ് ധ്യാനം. മനസ്സിലാവുന്നുണ്ടോ? ഈ ധ്യാനിച്ചാലുള്ള റിസൾട്ടാണ് കോൺസെൻട്രേഷൻ. ആക്ച്വലി ആൾക്കാർക്ക് ഉണ്ടാവുന്ന തെറ്റിദ്ധാരണ ധ്യാനം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. നോ, ധ്യാനം എന്ന് പറഞ്ഞാൽ ഡീകോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേറ്റ് ചെയ്യാതെ റിലാക്സ് ചെയ്ത് ഇപ്പോൾ തോട്ട്സ് ഇങ്ങനെ വരികയാണെങ്കിൽ ആ തോട്ട്സ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരിക്കുക. അല്ലാണ്ട് തോട്ട്സിനൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണ്ട. നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ തോട്ട്സ് പാസ് ചെയ്യുമല്ലോ. തോട്ട്സിനെ ഇങ്ങനെ വാച്ച് ചെയ്താൽ മതി, തോട്ട്സ് കുറയാൻ തുടങ്ങും. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെറുതെ നമ്മളുടെ മനസ്സിലൂടെ, നമ്മളുടെ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ശരാശരി ഒരു ദിവസം 50,000 മുതൽ 60,000 ചിന്തകളാണ് കടന്നു പോകുന്നത്. അതെ, അയാൾ ഇത്തിരി വിഷമിച്ചിരിക്കുകയാണ്, സ്ട്രെസ്ഡ് ആണ്, ടെൻസ്ഡ് ആണെങ്കിൽ അത് 1,00,000 ചിന്തകളായിട്ട് മാറാം. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസം കലൂർ മുതൽ എടപ്പള്ളി വരെ എത്താനുള്ള ട്രാഫിക് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടായിരിക്കും കലൂർ മുതൽ എടപ്പള്ളി വരെ എത്തുക. ചിലപ്പോൾ ഹോളിഡേ ആണെങ്കിലോ അത് 5 മിനിറ്റ് കൊണ്ട് എത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിലും ഒരു വലിയ ട്രാഫിക് ഉണ്ട്, ഈ ചിന്തകൾ എന്ന് പറയുന്ന ട്രാഫിക്. അപ്പോൾ എങ്ങനെയാണോ ഈ ഒരു റോഡിലെ ഡ്രൈവ് ട്രാഫിക് കുറഞ്ഞാൽ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നത്, അതുപോലെ നമ്മുടെ ജീവിതം സുഖമാവണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സിലുള്ള ട്രാഫിക് ഒന്ന് കുറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ട്രാഫിക് കുറക്കാനാണ് ധ്യാനം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ധ്യാനം കോൺസെൻട്രേഷൻ അല്ല, പക്ഷെ ധ്യാനിച്ചാൽ കിട്ടുന്ന റിസൾട്ടാണ് കോൺസെൻട്രേഷൻ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.